തൃശൂർ പൂരനഗരിയിലേക്കാണ്. അവിടെ പൂര വിളംബരത്തിനായുള്ള കാത്തിരിപ്പിലേക്കാണ്. ആ കാഴ്ച കാണുന്നതിന് വേണ്ടി ജനങ്ങൾ അവിടെ പൂരപ്പറമ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, പറയൂ. പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്ത് തന്നെ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പുമേറ്റ് നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും. അതായത് ഈ പടിഞ്ഞാറേ നടയിലേക്ക് പ്രവേശിക്കും. പടിഞ്ഞാറേ നടയ്ക്കരികിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ഷേത്രമുറ്റത്തേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ക്ഷേത്രമുറ്റത്തേക്ക് എറണാകുളം ശിവകുമാർ പ്രവേശിക്കുകയും അതിനുശേഷം ഈ നടയിലൂടെ തന്നെ, പടിഞ്ഞാറേ നടയിലൂടെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തവണ ഈ വടക്കുന്നാഥൻ എന്ന് വലം വെച്ച ശേഷം തെക്കേ ഗോപുര നടക്കരികിലേക്ക് എത്തിച്ചേരും. ആ കാഴ്ചയാണ് ഒരു പക്ഷേ ഈ പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന്. ആ കാഴ്ച ആസ്വദിക്കുന്നതിന് വേണ്ടി തന്നെ ഒരുപാടധികം ആളുകൾ ഇത്തവണ മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർക്കാരെന്ന് മാത്രമല്ല, പല ദേശങ്ങളിൽ നിന്ന്, ദിക്കുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം. വളരെ അക്ഷമരായി കാത്തിരിക്കുന്ന ആളുകൾ. ചേച്ചി എവിടുന്നാ വരുന്നത്? പാലക്കാട്. ഞാനും ഒരു പകുതി പാലക്കാട്ട്. അതെ, ഇപ്പം നിങ്ങൾ മാറിയേ. ഇത് കാണാൻ വേണ്ടി വന്നു, പൂരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. സ്മിതയോ? സ്മിതയൊക്കെ അപ്പുറത്തുണ്ട്. സ്മിതയുണ്ട്, കണ്ടിരുന്ന മോർണിംഗ് ഷോ കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചു. സ്മിതയുണ്ട്, ഹാഷ്മി ഉണ്ട്, വിപിൻ സി വിജയനുണ്ട്, സൂരജ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചേച്ചി എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പാലക്കാട്ടെ വേലകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു വ്യത്യാസം? കുഴപ്പമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഒന്നും കണ്ടിട്ടില്ല, തൊഴുതിറങ്ങിയേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പൂരം ആസ്വദിച്ചിട്ട് മടങ്ങാ അല്ലേ? ഓക്കെ ചേച്ചി. വേറെ ഒരു ഫാമിലി ഉണ്ട്. ചേട്ടൻ എവിടുന്ന വരുന്നത്? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്, പൂങ്കുന്നം തന്നെയാണ്. അപ്പൊ നിങ്ങള് സ്ഥിരമായിട്ടുള്ള ഒരു വരവ് തന്നെയായിരിക്കും ഈ ദിവസമായിട്ട് വരും. അപ്പോൾ ഇന്നലത്തെ ഒരു പ്രത്യേകത എന്താ? കുറച്ച് ആള് കൂടുതൽ തോന്നുന്നുണ്ട്. കണ്ടമാനം ആൾക്കാരുണ്ട്. പിന്നെ ഇന്നലത്തെ വെടിക്കെട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ വളരെ സൗകര്യപ്രദമായ വെടിക്കെട്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അവരുടെ പൂരം അവരിങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് പൂരക്കാഴ്ചകളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. അപ്പോൾ തൽക്കാലം ഉന്മേഷ് എന്നെ കൈമാറുന്നു. ഓവർ ടു ഉന്മേഷ്. ശരി നിഖിൽ.